ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്ന് സോഷ്യൽ മീഡിയ അതിൻ്റെ അതിപ്രസരം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലോകത്തെ എവിടെ നടക്കുന്ന കാര്യങ്ങളെയും ക്ഷണനേരത്തിൽ നമുക്ക് അറിയുവാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഏതിനെക്കുറിച്ചും നെഗറ്റീവായും പോസിറ്റീവായുമുള്ള ചർച്ചകളും സംവാദങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മീഡിയ വഴി അറിയുന്നുണ്ട്. ഇന്ന് ബൈബിൾ ഒരുപാട് ചർച്ചാ വിഷയമാണ്. ബൈബിൾ മാത്രമല്ല, എല്ലാ മതഗ്രന്ഥങ്ങളും ആളുകൾ പരിശോധിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിരീശ്വരവാദികളൊക്കെ ഇന്ന് ബൈബിൾ എടുത്ത് ബൈബിൾ ശരിയല്ല, ബൈബിളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയും. അതിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഉൽപ്പത്തി 1-ാം അധ്യായം. അത് നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒരിക്കൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു വാർത്ത ഇങ്ങനെ വന്നല്ലോ: ദൈവം ഒരു മാജിക്കുകാരനല്ല, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുവാനൊരു മാജിക്കുകാരനല്ല എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അപ്പോൾ ഒരു മുതിർന്ന ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു: ഈ ഭൂമിയൊക്കെ ഇത്രയും വലിയ ഭൂമി ദൈവത്തിൻ്റെ വാക്കിനാൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞു. ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷകനാണ്. അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന രീതിയിൽ പലതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം തന്നെ, അതിൻ്റെ 1-ാം അധ്യായം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി നമുക്ക് പിന്നെ കാണുവാനുണ്ട്, നമ്മൾ ഭൂമിയുടെ മുകളിലാണ് വസിക്കുന്നത്. ആകാശം എന്തുകൊണ്ട് സൃഷ്ടിച്ചു, ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച്. 1-ാം ദിവസം വെളിച്ചം ഉണ്ടാക്കി, 4-ാം ദിവസം പകൽ വാഴുവാൻ വീണ്ടും വെളിച്ചമുണ്ടാക്കി. അപ്പോൾ 1-ാം ദിവസം ഉണ്ടാക്കിയ വെളിച്ചമേത്, 4-ാം ദിവസം ഉണ്ടാക്കിയ വെളിച്ചമേത്? ഇങ്ങനെ പല സംശയങ്ങളാണ് മനസ്സിലിട്ട് ആളുകൾ കൊണ്ട് നടക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആകാശം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ സാമാന്യ ചിന്തയ്ക്ക് മനസ്സിലാകുന്നതേ ഉള്ളൂ. കാരണം ആകാശം എന്ന് പറയുന്നത് ഒരു നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി നിർത്തിയിട്ടുള്ള ഒന്നാണെന്നൊക്കെ ആദ്യകാലത്ത് ശാസ്ത്രജ്ഞന്മാർ പോലും പഠിപ്പിച്ചിരുന്നു ആകാശം. എന്നാൽ ആകാശം എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, നമുക്കിന്ന് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുവാൻ കഴിയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? പ്രകാശമുള്ളത് കൊണ്ടാണ്. പ്രകാശമില്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ പക്ഷികൾ പറക്കുന്നുണ്ട്, പ്ലെയിൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആകാശത്തിലെ മറ്റ് ചന്ദ്രൻ, സൂര്യൻ, ഇതിനൊക്കെ കാണുവാൻ കഴിയുന്നതിൻ്റെ കാരണം പ്രകാശമാണ്. പ്രകാശം. അപ്പോൾ ആകാശം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രകാശത്തെയാണ് ദൈവം സൃഷ്ടിച്ചത്. പ്രകാശം വന്നപ്പോഴാണ് കാണുവാനുള്ള ഇതുണ്ടായത്. നമ്മൾ ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ അന്ധകാര നിമിടമായി കിടന്നിരുന്ന ആ ശൂന്യത, അതിൽ പ്രകാശം സൃഷ്ടിച്ചപ്പോഴാണ് ആകാശം കാണുമാറായത്. അപ്പോൾ ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ് ഉണ്ടാക്കിയത്. 1-ാം ദിവസം അപ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതിൻ്റെ സംശയം കൂടി തീർത്താൽ മനസ്സിലാവും. 1-ാം ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞത് ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പ്രകാശം ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന സൂര്യൻ്റെ ഭ്രമണപഥത്തിലേക്ക് ഭൂമിയെ എത്തിച്ചു എന്നേ അർത്ഥമുള്ളൂ. കാരണം 1-ാം വാക്യത്തിൽ പറയുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. അപ്പോൾ ഇരുളിൽ കിടന്ന ഒരു ഗോളമായിരുന്നു ഭൂമി.
പാഴ്ശൂന്യമായിട്ട്. അപ്പോൾ ആകാശം സൃഷ്ടിച്ച പ്രകാശമുണ്ടെങ്കിൽ അങ്ങനെ ഇരുളിൽ കിടക്കുമ്പോൾ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഒക്കെ പറയുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ഗോളം മറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രകാശം തടയപ്പെടും. അങ്ങനെ ഭൂമിക്ക് മറവായിട്ട് അത് ഇന്നിപ്പോൾ കോടിക്കണക്കിന് ഗാലക്സികളും അത് ഗാലക്സികളടങ്ങുന്ന മിൽക്കി വേ, എണ്ണിക്കൂടാത്ത കോടാനക്കോടി ഗോളങ്ങളുണ്ട്. അപ്പോൾ ഭൂമി ഇരുളിലാണ് കിടന്നിരുന്നത്. ആ ഭൂമിയിൽ പ്രകാശം വരുത്തി എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രകാശം അന്നാണ് സൂര്യനെ ഉണ്ടാക്കിയതെന്നോ പ്രകാശത്തെ ഉണ്ടാക്കിയതെന്നോ ചിന്തിക്കുമ്പോഴാണ് പ്രയാസം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഇരുളിൽ കിടന്ന ഭൂമി ഇന്ന് കാണുന്ന ഈ പ്രകാശം സൂര്യൻ്റെ ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് സന്ധ്യയുമായി ഉഷസ്സുമായി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഭൂമി 24 മണിക്കൂറിൽ ഉള്ള ഒരു ദിവസമായിട്ട്, അഥവാ മണിക്കൂറിൽ 1650 കിലോമീറ്റർ സ്പീഡിൽ തിരിച്ചപ്പോഴാണ് സന്ധ്യയും ഉഷസ്സും പകലും രാത്രിയും ഉണ്ടായത്. അപ്പോൾ ഒന്നാം ദിവസം തന്നെ രാത്രിയും പകലുമായി എന്ന് പറയുമ്പോൾ അന്ന് ഈ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതാ ഒന്നാം ദിവസമല്ല സൃഷ്ടിക്കപ്പെട്ടത്. അതിന് കോടിക്കണക്കിന് വർഷം മുമ്പ് ദൈവം ആകാശം സൃഷ്ടിച്ചു, അഥവാ പ്രകാശത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രകാശം സൃഷ്ടിച്ചപ്പോഴാണ് ആകാശം കാണുമാറായത്. അത് നമുക്ക് സാവകാശം ചിന്തിച്ചാൽ പിടികിട്ടും. അപ്പോൾ ഭൂമി ഇരുളിൽ കിടന്ന ഭൂമിയെ പ്രകാശം ഭൂമിയിൽ അടിക്കത്തക്കവണ്ണം ക്രമീകരിച്ചതിനെയാണ് വെളിച്ചം ഉണ്ടാകട്ടെ. എവിടെ ഉണ്ടാകട്ടെ? ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകട്ടെ. അപ്പോൾ ഇരുളിൽ കിടന്ന ഭൂമിയിൽ പ്രകാശം ഇന്ന് കാണുന്ന രീതിയിൽ വരത്തക്കവണ്ണം കൊണ്ടുവന്നു എന്നാണ് അതിനർത്ഥമുള്ളൂ. അന്ന് സൂര്യനെ സൃഷ്ടിച്ചു എന്ന് ആരും ചിന്തിക്കരുത്. അതിനും വർഷങ്ങൾക്ക് മുമ്പ് എന്നാണെന്നറിയില്ല ദൈവം പ്രകാശം സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ആകാശം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത്. ആകാശം ഒരു വസ്തുവോ പദാർത്ഥമോ അല്ല, നമുക്കൊരു കാണത്തക്കവണ്ണമുള്ള അവസ്ഥ വരുത്തിയത് പ്രകാശം സൃഷ്ടിച്ചപ്പോഴാണ്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഭൂമി ആ ക്രിയേഷൻ നടക്കുന്നത്, അതായത് ഇനി ഇതിൻ്റെ ശാസ്ത്രീയമായി നമ്മൾ ചിന്തിച്ചാൽ, ഇപ്പം നമ്മൾ ഭൂമി ഇരുളിൽ കിടന്നു കഴിഞ്ഞാൽ, ഇന്ന് കാണുന്ന ഭ്രമണപഥത്തിൽ നിന്ന് അല്പം മാറിക്കഴിഞ്ഞാൽ ഭൂമി തണുത്തുറയും. തണുത്തുറഞ്ഞു കഴിയുമ്പോൾ ഇത് ഐസായിട്ട് മാറും. ഐസായിട്ട് മാറുമ്പോൾ ഭൂമി ഒരു മിനുസമുള്ള ഗോളമായിട്ട് മാറും. കാരണം നമുക്ക് ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ധ്രുവങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഐസാണ്. കാരണം -ഡിഗ്രിയിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഐസായിട്ട് മാറും. അങ്ങനെ ഭൂമി ഇരുളിൽ കിടന്നപ്പോൾ ആ ഭൂമി ദൈവം വെളിച്ചമുള്ള ഇന്ന് കാണുന്ന ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുവന്നു. 4-ാം ദിവസം അതിനെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. കാരണം 1-ാം ദിവസം പകൽ വാഴുവാൻ എന്ന് പറഞ്ഞിട്ടില്ല, സന്ധ്യയും ഉഷസ്സുമായി എന്ന് പറയുന്നുള്ളൂ, രാവും പകലുമായി. 4-ാം ദിവസം അതിനെ എന്ത് ചെയ്യുന്നു? 4-ാം ദിവസം രാത്രി വാഴുവാനുള്ള ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ക്രമീകരിച്ചു. അതും അന്നാണ് ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കരുത്. മനുഷ്യർക്ക് കാണുമ്പോൾ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിൽ കാണത്തക്കവണ്ണവും രാത്രി ചന്ദ്രനെ അത് നമുക്ക് ഭൂമിക്ക് മുകളിൽ. അപ്പോൾ അത് ഓർഡറിൽ പറഞ്ഞപ്പോൾ 4-ാം ദിവസം പറയാണ് പകൽ വാഴുവാൻ വലിയ വെളിച്ചം, രാത്രി വാഴുവാൻ ചെറിയ വെളിച്ചം. നക്ഷത്രങ്ങളെയും ദൈവം ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ 4-ാം ദിവസം ഉണ്ടാക്കിയെന്നല്ല, ദൈവം ഉണ്ടാക്കിയത് തന്നെയാണ്. അത് ഭൂമിയിൽ അതിങ്ങനെ ക്രമീകരിച്ച് നിർത്തി ഭ്രമണപഥത്തിൽ കാണത്തക്കവണ്ണം. ഓക്കെ, ഇതിൻ്റെ തന്നെ അടുത്ത ഒരു പോയിന്റ് പറയുമ്പോൾ കാര്യങ്ങൾ പിടികിട്ടും. അപ്പോൾ ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമി ഇനി എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്നുള്ളത് പുറകെ പറയാം. ബൈബിളിൽ തന്നെ അതിനൊക്കെ നമുക്ക് ഇതുണ്ട്, അന്വേഷിച്ചാൽ കണ്ടെത്തും. അപ്പോൾ 1-ാം ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വെളിച്ചം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ആ വെളിച്ചം അടിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചു എന്നേ അർത്ഥമുള്ളൂ 1-ാം ദിവസം. കാരണം അതിനു മുമ്പേ ദൈവം എല്ലാം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഭൂമിയും അതുപോലെ തന്നെ പ്രകാശമുള്ള ഗോളങ്ങളൊക്കെ അതിനു മുമ്പേ ഉണ്ട്.
അതാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അതിൻ്റെ ക്രമീകരണമാണ് പറയുന്ന 1-ാം ദിവസം വെളിച്ചം ഭൂമിയിൽ ഉണ്ടാകട്ടെ. ഇനി അടുത്ത ഇതിൽ ഇത് തന്നെ പൂർത്തീകരിച്ച് പറയാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ.